Hi guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിവോ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന അവരുടെ വിവോയുടെ iQOO Neo 8 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗ് ആണ് ഷോർട്ട് റിവ്യൂ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഇത് ചൈനയിൽ മാത്രമാണ് കറന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു യൂണിറ്റിന്റെ അകത്തുള്ള ചെറിയ ടെക്സ്റ്റിന് വ്യത്യാസം വരുത്തിക്കൊണ്ടായിരിക്കും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യാൻ ബോക്സിനകത്ത് എന്തൊക്കെ കണ്ടൻസ് കിട്ടുന്നതെന്ന് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാം. സോ ഈ ഒരു ബോക്സിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ സെയിം നമ്മുടെ പർട്ടിക്കുലർ എല്ലാ iQOO സ്മാർട്ട് ഫോൺസിലും വരുന്ന പോലെ തന്നെ ഒരു ഓബ്വിയസ് സെയിം പാക്കേജിംഗ് ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. സോ അതിന് നമുക്ക് ഒരു റാപ്പിംഗും കാര്യങ്ങളും എടുത്ത് മാറ്റിക്കൊണ്ട് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യാം. സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ സ്മാർട്ട് ഫോണാണ് ഫ്രണ്ടിലായിട്ട് ഇരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ടോപ്പ് ഷെയ്ഡ് എടുത്ത് മാറുന്ന സമയത്ത് നമുക്കൊരു സിലിക്കൺ കേസ് കാണാനായിട്ട് പറ്റും. നല്ല ക്ലിയർ ട്രാൻസ്പെറൻറ്റ് ഒരു TPU സിലിക്കൺ കേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഡോക്യുമെന്റേഷനും ഇതേപോലെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ Type-C കേബിളും അതോടൊപ്പം തന്നെ ചാർജറും കൊടുത്തിട്ടുണ്ട്. ഇതൊരു 120 വാട്ട്സിന്റെ ചാർജറാണ്. ഏകദേശം 50% ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും 9 മിനിറ്റ് മാത്രമാണ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ബോക്സിനകത്ത് Type-C to C ടൈപ്പ് ഒരു കേബിൾ കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു കേബിളാണ്. നല്ല രീതിയിൽ ലെങ്ത് കിട്ടുന്ന ഒരു കിള്ളൻ കേബിളാണ് ഈ ഒരു ബോക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നേരെ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടെ iQOO Neo 8 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഏകദേശം 220 ഗ്രാമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അവർ ലോഞ്ച് ചെയ്ത അവരുടെ iQOO Neo 7-നേക്കാളും കുറച്ചുകൂടി വ്യത്യസ്ത തരമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ബ്ലാക്ക് കളറാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം വിവോയുടെ iQOO Neo 7 ആണ്. സോ കളറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കിടിലൻ ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ റെഡ് മിസ്റ്റും കളർ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇത് കയ്യിലേക്ക് വെക്കുന്ന സമയത്ത് നല്ല കിടിലൻ ഒരു ലുക്ക് ആൻഡ് ഫീൽ ആണ് ഇവിടെ കിട്ടുന്നത്. നല്ല കംഫർട്ടബിൾ ആണ് നമ്മുടെ കയ്യിൽ വെക്കാനും. അതോടൊപ്പം തന്നെ ആ ഒരു ബാക്കിലത്തെ പാറ്റേൺ ഡിസൈനൊക്കെ നല്ല രസമാണ് നമുക്ക് കാണാനായിട്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു ബാക്കിൽ നമുക്ക് iQOOന്റെ ഒരു ബ്രാൻഡിങ് താഴെയായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു 8.5 mm തിക്നെസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിലും താഴ്ഭാഗത്തായിട്ടൊക്കെ നല്ല കിടിലൻ ബോക്സ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലായിട്ട് നമുക്ക് ആ ഒരു ന്യൂ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. കയ്യിലേക്ക് വെക്കാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ്. നല്ല രസമാണ് നമുക്ക് ഈ ഒരു ഫോൺ കയ്യിൽ പിടിക്കാനൊക്കെ. അതോടൊപ്പം തന്നെ ഒരു ബാക്കിലെ ടെക്സ്റ്റേഴ്സ് നല്ല കിടിലൻ തന്നെയാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്കൊരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 6.78 ഇഞ്ചസിന്റെ ഡിസ്പ്ലേ ആണ്. 1 ബില്യൺ കളേഴ്സും 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. HDR10 സപ്പോർട്ടബിൾ ആണ്. 1300 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നുള്ളൊരു കാര്യം 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓബ്വിയസ്ലി മിക്ക സ്മാർട്ട് ഫോണിൽ കിട്ടുന്ന പോലെ തന്നെ 60 ഹെർട്സിലോട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ സ്വിച്ച് ആവുന്നുണ്ട്. എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് 144 ഹെർട്സ് നമ്മുടെ യൂട്യൂബിൽ കാണാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അത് 1 ബില്യൺ കളേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല കിള്ളൻ സാച്ചുറേറ്റഡ് നല്ല രീതിയിലുള്ള ഒരു വൈബ്രൻറ്റും കളേഴ്സാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലൂടെ കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ തന്നെ മനസ്സിലാവുമായിരിക്കും. നല്ല ഡെപ്തിലുള്ള ഒരു കളേഴ്സൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. ഒരു ബ്ലാക്ക് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒരു ബ്ലാക്ക് ആയിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും. നല്ല രീതിയിലുള്ള കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓഡിയോ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു 2 കിഴിലെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സ്പീക്കേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൊസസ്സറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇവിടെ ബ്രാൻഡ് കൊടുത്തിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന് പറയുന്ന പ്രോസറാണ്. 4 nm റൺ ആവുന്ന ഒരു പ്രോസറാണ്. നല്ല കിടന്ന പ്രോസറാണ്. നല്ല രീതിയിൽ തന്നെ ഗെയിംസ് ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് റൺ ആവുന്ന ഒരു പ്രോസറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ അഡ്രീനോ നോക്കുകയാണെങ്കിൽ GPU നോക്കുകയാണെങ്കിൽ അഡ്രീനോ 730 ആണ് വരുന്നത്. 13 ലക്ഷത്തിൽ വെളിയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ AnTuTu ബെഞ്ച് മാർക്കിന്റെ സ്കോറും കാര്യങ്ങളും വരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ട്. സോ നല്ല രീതിയിൽ തന്നെ മിക്ക സ്മാർട്ട് ഫോൺസിനും ബീറ്റപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത് OnePlus 11R കൂടെ കുറച്ചൊരു ബീറ്റപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്നാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം OnePlus 11R കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം പ്രോസറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കാണാനായിട്ട് പറ്റുന്നത്. സോ നല്ല മികച്ചൊരു പ്രോസസ്സിംഗ് സ്പീഡും കാര്യങ്ങളാണ് കിട്ടുന്നത്. മെയിനായിട്ടും ഇത് iQOO ഗെയിമിംഗ് ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്ന സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഗെയിമിംഗും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റിയ ഒരു സ്മാർട്ട് ഫോണാണ്. അതോടൊപ്പം തന്നെ 5000 mAh ബാറ്ററിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 120 വാട്ട്സിൻ്റെ ഒരു ചാർജറും ഈ ഒരു ബോക്സിനകത്ത് ഇൻക്ലൂഡാണ്. സോ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ ബാറ്ററി ബാക്കപ്പും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. സോ ചാർജിങ്ങിൻ്റെ കാര്യമായാലും ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യമായാലും ഒന്നും പറയാനില്ല. വളരെ നമുക്ക് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 മിനിറ്റിൽ 50% ആണെങ്കിൽ ഇത് ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട് ഏകദേശം നമുക്കൊരു ഒരു 28 മിനിറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചാർജ് ആവുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഹീറ്റ് ആവുന്നതല്ല, ചെറിയ രീതിയിൽ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ വാമപ്പ് ആവുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത്. വേറൊന്നും നമുക്ക് വരുന്നില്ല. ഇനി നേരെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയാണ് നോക്കേണ്ടത്. എല്ലാവരും കാത്തിരിക്കുന്നത് iQOO സ്മാർട്ട് ഫോൺസിൻ്റെ ക്യാമറയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 50 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് സെൻസറാണ്. OIS സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ നമുക്കിവിടെ 2 ക്യാമറാസാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ നമുക്ക് 3 ക്യാമറാസ് കിട്ടുന്നില്ല. ആ ഒരു മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഫേക്ക് ക്യാമറ ആയിരിക്കും മേ ബി. സോ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ല ക്ലിസ്റ്റർ ക്ലിയർ ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ തന്നെ പറയാനായിട്ട് പറ്റും. നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. കളർ ഗ്രേഡിംഗ് ആയാലും എല്ലാം നല്ല അടിപൊളി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ബാക്ക് ക്യാമറ വെച്ച് നമുക്ക്
8K ആയിട്ട് 30 FPS വരെ റെക്കോർഡ് ചെയ്യാം. 4K 60 FPS നമുക്ക് സപ്പോർട്ടബിൾ ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 29,000 രൂപയ്ക്ക് അകത്തുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 8K ആയിട്ട് 30 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ ഒരു 16 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. അത് കുഴപ്പമില്ല, കാരണം OnePlus 11R ഈ ഒരു എന്താ പറയുക ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ക്യാമറ റിവ്യൂ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഗെയിമിംഗ് റിവ്യൂ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ കണ്ടിട്ട് സൈനിങ് ഓഫ്. ബൈ.